ഇതിൻ്റെ ഹെഡ്ലൈറ്റിലേക്ക് വരുവാണെങ്കിൽ ഒരു LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. അതും പ്രൊജക്ട് ലാമ്പ് അല്ലേ, പ്രൊജക്ട് ലാമ്പ് LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു LED DRL വരുന്നുണ്ട്. ഈ ഒരു ക്രോം എലമെൻറ്റ് അത് ഈ ഒരു അല്ലേ മോഡലിനകത്ത് ആദ്യമായിട്ട് ഫേസ് 1 അപേക്ഷിച്ചിട്ട് അല്ലേ. അതിൻ്റെ ഏറ്റവും തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് ഫോഗ് ലാമ്പ് വന്നിരിക്കുന്നത്, അത് വിത്ത് LED കൂടി. അതെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ സൈഡ് പ്രൊഫൈൽ വരുമ്പോൾ എന്തൊക്കെയാണ്, അപ്പോൾ വലിയൊരു തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു വലിയൊരു വീലാർച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ടയർ ഏത് സൈസാണ് വരുന്നത്? നമുക്ക് 15 ഇഞ്ചാണ് വരുന്നത് ടയർ സൈസ്. 15 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇത് അലോയ് ആണല്ലേ? ഇത് അലോയ് അല്ല, അതൊരു അലോയ് പോലെ തോന്നിക്കുന്ന ഒരു ഫ്ലെക്സ് വീൽസ് ആണ് നമുക്ക് വരുന്നിരിക്കുന്നത്. അലോയ് പോലെ തോന്നുന്നു നമ്മൾ, പക്ഷേ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു അലോയ് വീല് പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണുമായിരിക്കും. ആ ഒരു അലോയിനെക്കാട്ടി കുറച്ചുകൂടി അതുകൊണ്ട് തന്നെയാണ് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ളത് നമുക്ക് വരുന്നത്. അതാണ്, അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു പക്ക അലോയ് വീല് കണക്കാണ്, പക്ഷെ എന്നാൽ അത് അലോയ് അല്ല അല്ലേ. ഓക്കെ, പിന്നെ നമ്മൾ നേരെ വരാൻ നേരത്തെ ഒരു നമുക്ക് ഓട്ടോ ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു മിറർ വരുന്നുണ്ട്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഡോറിന്റെ ഹാൻഡിലാണ് വേണമെങ്കിലും ഒരു ബ്ലാക്കിഷ് ആണ്. അത് എന്താണ്? ഗ്ലോസി ബ്ലാക്ക് ആണ് വരുന്നത്. അത് പിയാനോ ബ്ലാക്ക് കളറെന്നും പറയാം. പിയാനോ ബ്ലാക്ക് കളറെന്നും പറയാം. ക്രോം അല്ല. അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഡോറിൻ്റെ സൈഡിലേക്ക് വരാൻ നേരത്ത് വലിയൊരു തന്നെ ഈ ഫസ്റ്റ് ഡോറിൽ നിന്ന് തന്നെ സെക്കൻഡ് ഡോറിലേക്കും വലിയൊരു ക്ലാഡിങ് വരുന്നുണ്ടല്ലോ. ക്ലാഡിങ് വരുന്നുണ്ട്. അതൊക്കെയാണ് ഒരു സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയാനുള്ളത്.